Mesmerizing wedding collection. Tejaswini by Chungat Jewelry. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരിക്കുന്നു. അങ്കമാലി നഗരസഭയുടെയും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണത്തിനായി ജനകീയ സദസ്സ് നടത്തി. അങ്കമാലി നഗരസഭാ ഹാളിൽ നടന്ന ജനകീയ സദസ്സ് റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും KSRTCയെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ റൂട്ടുകളിലും പുതിയ സർവീസുകൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. KSRTC അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമ്മളൊക്കെ ദൈനംദിനം വാർത്തകളിലൂടെ വായിച്ചു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന റൂട്ടുകൾ പോലും പലതും ഓടിക്കുവാനായിട്ട്, സർവീസ് നടത്താനായിട്ട് KSRTCക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ നമുക്ക് പല മേഖലയിലും പല റൂട്ടുകളിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. ബസ് ഉടമകൾ പലപ്പോഴും, അതുപോലെ അവരുടെ സംഘടനകളും പലപ്പോഴും അവർക്ക് റൂട്ട് ലാഭകരമായിട്ട് ഓടിക്കാവുന്ന റൂട്ടുകൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിച്ച് അത് RTO ബോർഡ് പരിശോധിച്ച് അതിനകത്ത് റൂട്ടുകൾ അനുവദിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അത് പലപ്പോഴും പക്ഷേ എല്ലായ്പ്പോഴും അത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റൂട്ടുകളിലും അത് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിലുടനീളവും സമീപ പ്രദേശങ്ങളിലെയും യാത്രാക്ലേശം പരിഹരിക്കത്തക്ക വിധം പുതിയ ബസ് റൂട്ടുകൾ രൂപീകരിക്കുന്നതിനും നിലവിലുള്ളവയിൽ ആവശ്യമായ പുനഃക്രമീകരണങ്ങൾ നടത്തുവാനും ട്രാഫിക് പരിഷ്കാരങ്ങൾ സമഗ്രമാക്കുവാനും മറ്റുമായി അനവധി നിർദ്ദേശങ്ങളാണ് സദസ്സിൽ ഉന്നയിച്ചത്. ജനസദസ്സിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും അപേക്ഷകളും നഗരസഭാ ചെയർമാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഗ്രാമവണ്ടി മുതൽ ദീർഘദൂര സേവനം നടത്തുന്ന വാഹനങ്ങൾ വരെ നടപ്പിലാക്കി യാത്രാക്ലേശം പരമാവധി പരിഹരിക്കുന്നതിനോടൊപ്പം ഗതാഗത തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനുമുതകുന്ന നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപ്പിലാക്കുമെന്ന് MLA പറഞ്ഞു. നമുക്ക് പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, പുതിയ റൂട്ടുകൾ, ഏറ്റവും ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ പുതിയ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി നിർദ്ദേശങ്ങൾ, ഒപ്പം ഗതാഗത കുറിപ്പുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ ക്രോഡീകരിച്ച് അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതിക ശശികുമാർ, ബിബീഷ് KV, ഷൈജൻ തോട്ടപ്പള്ളി, വിൽസൺ കോയിക്കര, PU ജോമോൻ, AV സുനിൽ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജിബി അരീക്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യോഗത്തിൽ അവതരിപ്പിക്കുകയും രേഖാമൂലം അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. പെർമിറ്റ് വേണം, ആവശ്യമാണ്, പല പ്രതിസന്ധികളുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് വളരുമ്പോൾ രണ്ടും ചെയ്യാനുള്ള ഒരു ഇടവരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചില റൂട്ടുകൾ മുമ്പോട്ടേക്ക് സമർപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ അങ്കമാലി നിയോജകമണ്ഡലത്തെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ച സാഹചര്യത്തിൽ കോതമംഗലത്ത് നിന്ന് കുറുപ്പമ്പടി, കോടനാട് പാലം, മലയാറ്റൂർ, മഞ്ഞപ്ര, ചുള്ളി, മുന്നൂർപ്പള്ളി, ചുള്ളി, വെറ്റപ്പാറ പാലം വഴി വെള്ളിക്കുളങ്ങര, പട്ടിക്കാട് വഴി കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ ഓർഡിനറി KSRTC ബസ് അല്ലെങ്കിൽ ഫാസ്റ്റ് സർവീസ് ആരംഭിക്കണം എന്നാവശ്യപ്പെടുന്നു. പക്ഷേ ഞാനിത് പല ആവർത്തി പോലീസ് സ്റ്റേഷനിലും നഗരസഭയിലൊക്കെ അറിയിപ്പ് കൊടുത്തതാണ്. ഈ അങ്ങാടിക്കടവ് ജംഗ്ഷൻ റോഡിൽ പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അത് പലതര ഗുരുതരങ്ങൾ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാർക്കിംഗ് ഒന്ന് ഒഴിവാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റിട്ടയർഡ് RTO സാദിഖ് അലി വിഷയാവതരണം നടത്തി. എറണാകുളം RTO ഷെഫീഖ് B, ജോയിന്റ് RTO അഭിലാഷ് KB തുടങ്ങിയവരും പങ്കെടുത്തു.